നമസ്കാരം. ഇന്ത്യ 2047 വികസിത രാജ്യമാകുമ്പോൾ ഇന്ത്യ എങ്ങനെ വികസിക്കണം എന്നതിന് ആവശ്യമായ രൂപരേഖയാണ് മോദിയുടെ വികസിത് ഭാരത് അവതരിപ്പിക്കുന്നതെന്നും ചൈന വികസിക്കുന്നത് പോലെയല്ല ഇന്ത്യ വികസിക്കേണ്ടതെന്നും മോദി വിഭാവനം ചെയ്യുന്നുവെന്നും കപ്പാസിറ്റി ബിൽഡിംഗ് കമ്മീഷൻ ചെയർമാൻ ആദിൽ സൈനുൽ ഭായ് പറഞ്ഞു. ചൈനയുടെ വികസന രീതിയിൽ പ്രശ്നങ്ങളുണ്ട്. അതിനാലാണ് ഇന്ത്യ വികസിക്കുന്നത് പോലെയല്ല ചൈന വികസിക്കേണ്ടതെന്ന് മോദി സർക്കാർ കരുതുന്നത്. മിഷൻ കർമ്മയോഗി പദ്ധതിക്കായി സർക്കാർ രൂപീകരിച്ച കമ്മീഷനായ കപ്പാസിറ്റി ബിൽഡിംഗ് കമ്മീഷന്റെ 2014 മുതൽ ചെയർമാനാണ് ആദിൽ. ചൈന വികസിക്കുന്നത് പോലെയല്ല ഇന്ത്യ വികസിക്കേണ്ടത്. ചൈനയ്ക്ക് അവരുടേതായ ശക്തിയും വ്യത്യസ്തമായ സാഹചര്യവുമുണ്ട്. ഇന്ത്യയുടെ വികസനം ചൈനയുടേത് പോലെ ആവില്ല എന്നും അദ്ദേഹം പറഞ്ഞു. വികസിത രാജ്യം എന്ന നിലയിൽ ഇന്ത്യ എന്താകണം എന്ന കാര്യത്തിൽ മോദിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഇന്ത്യയുടെ വികസനം വ്യത്യസ്തമായി ചെയ്യണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ഏത് കാര്യത്തിനും ചൈനയുമായി താരതമ്യം ചെയ്യുന്നു. എന്നാൽ അടുത്ത 25 വർഷത്തേക്ക് ഇന്ത്യ വികസിക്കാൻ പോകുന്നത് വ്യത്യസ്തമായ പാതയിലൂടെയാണ്. ഇന്ത്യയുടെ കരുത്ത് ചൈനയുടേതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിക്ഷേപവും വിദേശ കയറ്റുമതിയിലാക്കിയുള്ള ഉൽപ്പന്നവുമാണ് ചൈനയുടെ വികസന രീതിയെന്ന് ലോക ബാങ്ക് പറഞ്ഞിട്ടുണ്ട്. ഈ സമീപനം അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തിക്കഴിഞ്ഞെന്നും ഇത് പാരിസ്ഥിതിക, സാമൂഹിക, സാമ്പത്തിക മേഖലയിൽ ചൈനയിൽ അസന്തുലിത അവസ്ഥ സൃഷ്ടിച്ചെന്നും ആദിൽ പറയുന്നു. അതേസമയം മോദി വിഭാവനം ചെയ്യുന്ന വികസിത ഇന്ത്യയിൽ എല്ലാവർക്കും വീടും, എല്ലാവർക്കും ആരോഗ്യവും, എല്ലാവർക്കും തൊഴിലും, എല്ലാവർക്കും വിദ്യാഭ്യാസവും നൽകുന്നതോടൊപ്പം സ്വയം പര്യാപ്തതയുള്ള, വൃത്തിയുള്ള നഗരങ്ങളുള്ള, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സുതാര്യമായ ഇന്ത്യയെക്കുറിച്ചും സ്വപ്നം കാണുന്നതായി ആദിൽ സൈനുൽ ഭായ് പറഞ്ഞു.